ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അത്തം നക്ഷത്രത്തിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ഞാനിന്ന് ചെയ്യുന്നത്. അത്തം നക്ഷത്രത്തിൻ്റെ സവിശേഷതകളും അതുപോലെ തന്നെ ഈ 2026 വർഷത്തിലെ അത്തം നക്ഷത്രക്കാർക്കുണ്ടാകുന്ന നേട്ടങ്ങളും ഒക്കെയാണ് ഞാനിന്ന് പറയുന്നത്. നമ്മുടെ ഈ വീഡിയോയിൽ കൂടി ഇനിയും പറയാൻ പോകുന്നത് അത്തം നക്ഷത്രത്തിന് പാദദോഷമുള്ള ഒരു നക്ഷത്രമാണ്. അത് 1-ാം പാദത്തിൽ ജനിച്ചാൽ പിതാവിനും, 2-ാം പാദത്തിൽ ജനിച്ചാൽ അമ്മാവനും, 3-ാം പാദത്തിൽ ജനിച്ചാൽ തനിക്കും, 4-ാം പാദത്തിൽ ജനിച്ചാൽ മാതാവിനും ആണ് ദോഷം ഉള്ളത്. ഈ നക്ഷത്രക്കാരുടെ സവിശേഷത എന്തെന്നാൽ, ആദ്യം നമ്മൾ ഈ നക്ഷത്രക്കാരുടെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നമുക്കത് നോക്കാം. ഈ നക്ഷത്രത്തിൻ്റെ സവിശേഷത എന്തെന്നാൽ കുലീനത നിറഞ്ഞ പ്രവൃത്തിയും വശീകരണ ശക്തിയും ഈ നാളുകാരുടെ ഒരു പ്രത്യേകതയാണ്. അത്തം നക്ഷത്രത്തിൽ ജനിക്കുന്നവരാണ് ശാന്ത സ്വഭാവത്തോടു കൂടിയവരും കൗശലക്കാരും വാക്സാമർത്ഥ്യവും പ്രദർശിപ്പിക്കുന്നവരൊക്കെയാണ്. എന്നാലും അവർക്ക് പെട്ടെന്ന് തന്നെ ചിലപ്പോൾ അവർ അതുപോലെ തന്നെ പെട്ടെന്നായിട്ടാണെങ്കിൽ ഇതുപോലെ കോപിക്കുന്നവരായിട്ടും നമുക്ക് കാണാൻ കഴിയും. ഇവരുടെ ജീവിതത്തിൽ ഉയർച്ച താഴ്ചകൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഇവർക്ക് 30 വയസ്സ് വരെ ഇവർക്ക് ശരിയായ ജീവിതമാർഗം തുറന്ന് കിട്ടുക പോലുമില്ല. ഇവരുടെ സൗഭാഗ്യകാലം എന്ന് വെച്ചാൽ 30 വയസ്സിനും 46 വയസ്സിനും ഇടയിലുള്ള കാലമാണ് ഇവരുടെ സൗഭാഗ്യകാലം എന്ന് പറയുന്നത്. പിന്നീട് ഇവർക്ക് 46 വയസ്സിനും 64 വയസ്സിനും ഇടയിലുള്ള കാലം ഗുണദോഷ സമ്മിശ്രമായിരിക്കും. ഇവർക്ക് ഭേദപ്പെട്ട ഒരു വിവാഹ ജീവിതം ലഭിക്കുമെങ്കിലും ഇടയ്ക്കിടയ്ക്ക് സ്വൈരക്കേടുകൾ ഇവരുടെ ജീവിതത്തിൽ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇവരുടെ ജീവിതത്തിൽ ഭാഗ്യങ്ങൾ ഒരു പ്രത്യേക വിധത്തിലായിരിക്കും വരുന്നത്. പുരോഗതിയും അധോഗതിയും ജീവിതത്തിൽ ഒരുപോലെ സംഭവിക്കുന്നതിനാൽ ഇവർക്ക് ഇവരെ ഒരിക്കലും അങ്ങനെ സ്ഥിരസമ്പന്നരായി കാണുകയില്ല. ഒരു പ്രവൃത്തി വിജയിക്കുമെന്ന നിലയിൽ എത്തുമ്പോൾ തന്നെ അധപ്പതനമുണ്ടാവുകയും അതിൽ നിന്ന് മോചിതനാകാൻ കഴിയാതെ വിഷമിച്ചു കഴിയുമ്പോൾ പ്രതീക്ഷിക്കാത്ത സഹായങ്ങളും പുരോഗതിയും എവിടെ നിന്നെങ്കിലും ഇവരിൽ വന്നു ചേരുന്നതായിട്ട് കാണാം. പിന്നീട് അവർക്ക് അത്തം നക്ഷത്രക്കാർ ജനിക്കുന്നത് ചന്ദ്രദശയിലാണ്. അത്തം നക്ഷത്രത്തിൽ ജനിക്കുന്നവരെല്ലാം എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് നിഷ്പ്രയാസം ചെയ്തു തീർക്കുന്നവരുമാണ്. അതുപോലെ തന്നെ ചെയ്യുന്ന ഏത് കാര്യങ്ങളും കൃത്യനിഷ്ഠയോടെ ചെയ്തു തീർക്കുന്നവരുമാണ് ഇവർ. അല്ലാതെ ഇവർ പകുതിയിലിട്ട് പോകുന്നവരൊന്നുമല്ല. എല്ലാ കാര്യങ്ങളും അവർ കൃത്യനിഷ്ഠയോടെ ഉള്ള കാര്യങ്ങൾ ഏത് കാര്യമാണെങ്കിലും അവർ ചെയ്തു തീർക്കാൻ തന്നെ നല്ല ഇതുള്ള ഒരു നാളാണ് ഈ അത്തം നാളുകാർ. പിന്നെ ഇവരുടെ കാര്യം എന്തെന്ന് വെച്ചാൽ ഇവരെ ഏത് കാര്യത്തിനും ഒന്ന് ഉത്സാഹിപ്പിക്കണമെന്ന് മാത്രം. ഇവർക്ക് ഏത് കാര്യവും ഒന്ന് തുടങ്ങിക്കിട്ടാൻ പാടുപെടുന്നവരാണ് ഇവർ. അതുപോലെ തന്നെ ഇവർ ഒന്ന് തീരുമാനിച്ചാൽ അത് നടത്തിയെടുക്കുക തന്നെ ചെയ്യുന്ന നാളുകാരുമാണ് ഈ അത്തം നക്ഷത്രത്തിൽ ജനിക്കുന്നവർ. ചന്ദ്രൻ്റെ സ്വഭാവ ഗുണങ്ങളൊക്കെ ഇവർ കാണിക്കുകയൊക്കെ ചെയ്യും. കാര്യം ചന്ദ്രഗ്രഹം ഒരു തണുപ്പൻ മട്ടാണ്. ചന്ദ്രൻ ഉദിക്കുന്നത് പോലും വളരെ സാവകാശം അതുപോലുള്ള ഒരു ഇതല്ലയോ. ചന്ദ്രദശയിൽ ജനിച്ചാൽ ഗുണവും ദോഷവും ഒക്കെ ഉണ്ട്. ചന്ദ്രൻ എപ്പോഴും ഒരു തണുപ്പൻ മട്ടുള്ള ഒരു പ്രകൃതിയാണ്. അവരുടെ ജീവിതത്തിലും അത് പ്രത്യേകിച്ച് നമുക്ക് കാണാൻ പറ്റും. ഇവർ ചന്ദ്രദശയിലാണ് ജനിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇവർ ജനനം ചന്ദ്രദശയിലാണ്. ദശാനാഥനായ ചന്ദ്രദശ കഴിഞ്ഞാൽ തുടർന്ന് ചൊവ്വ, രാഹു, വ്യാഴം, ശനി, ബുധൻ, കേതു, ശുക്രൻ ഈ ക്രമത്തിൽ ദശാകാലങ്ങൾ അവരുടെ പോകുന്നു. അത് കഴിഞ്ഞ് ഇവർക്ക് ഇനി നമുക്ക് ഇവരുടെ 2026 വർഷത്തിലുള്ള നേട്ടങ്ങൾ ഇനി ഇവർക്ക് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഉണ്ടാകുന്ന നേട്ടങ്ങൾ ഇവർക്ക് ഈ 2026 വർഷം നല്ല വർഷമെന്ന് തന്നെ പറയാം. ഇവരാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് വ്യാഴഗ്രഹം 10-ലും 11-ലും 12-ലുമായിട്ടാണ് വ്യാഴഗ്രഹത്തിൻ്റെ സഞ്ചാരം എന്നത് ഏറ്റവും ഗുണം ചെയ്യുന്ന വർഷം എന്ന് തന്നെ പറയാം. ഈ 2026 ജനുവരി മുതൽ 6-ാം മാസം വരെ വ്യാഴൻ 10-ലും പിന്നീട് 6-ാം മാസം മുതൽ പിന്നെ 11-ലുമായിരിക്കും അതിൻ്റെ സഞ്ചാരം നടക്കുന്നത്. ഈ വ്യാഴഗ്രഹത്തിൻ്റെ സഞ്ചാരം നമ്മൾക്ക് 10-ൽ വ്യാഴഗ്രഹത്തിൽ നിൽക്കുമ്പോൾ നല്ലൊരു ജോലി നമ്മൾക്ക് കിട്ടും. ജോലിയില്ലാതെ വിഷമിച്ച് നടക്കുന്നവർക്ക് ആളുകൾക്ക് ഈ വർഷം ഒരു ആശ്വാസം
ആശ്വാസവും അതുപോലെ വളരെ നേട്ടവും കിട്ടുന്ന ഒരു സമയം എന്ന് തന്നെ പറയാം. ഒന്നും ഇല്ലായ്മയിൽ നിന്ന് ഉയർച്ചയിലേക്ക് വരാൻ പറ്റുന്ന ഒരു സമയമാണ് ഈ കാലം. ശുഭഗ്രഹങ്ങളുടെ സഞ്ചാരകാലത്ത് നമ്മൾക്ക് അതിനനുസരിച്ചുള്ള പുരോഗതി ഉണ്ടാകും. അശുഭനായ ഗ്രഹങ്ങളുടെ സഞ്ചാരകാലത്ത് അതിനനുസരിച്ചുള്ള ഗുണങ്ങളെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾക്ക് ഉണ്ടാവുകയുള്ളൂ. നല്ല ആത്മവിശ്വാസം വർദ്ധിക്കുന്ന ഒരു വർഷമെന്ന് തന്നെ നമുക്ക് പറയാം. വർഷമധ്യത്തിന് ശേഷം വ്യാഴഗ്രഹം 10-ൽ നിന്ന് 11-ലോട്ട് മാറുമ്പോൾ ഒരുപാട് നല്ല ഗുണങ്ങൾ നമ്മളിലേക്ക് വന്നു ചേരും. അതുപോലെ പരീക്ഷകളിലും ഇൻ്റർവ്യൂകളിലുമൊക്കെ നല്ല നേട്ടങ്ങൾ കൈവരിക്കാൻ നമ്മൾക്ക് പറ്റും. ജോലിയിലൊക്കെ നല്ല നേട്ടങ്ങൾ കൈവരിക്കാൻ പറ്റും. തൊഴിൽ തേടുന്നവർക്ക് അവർക്ക് ആഗ്രഹിച്ച രീതിയിലുള്ള ജോലിയൊക്കെ കിട്ടാനുള്ള സാധ്യത കൂടുതലുള്ള ഒരു വർഷം എന്ന് തന്നെ പറയാം. വ്യാഴൻ ബലവാനും ഇഷ്ടസ്ഥിതനുമായുള്ള സ്ഥാനത്താണെങ്കിൽ നമുക്ക് ആ ദശാകാലത്ത് ധനാഭിവൃദ്ധി, ആരോഗ്യം, ഐശ്വര്യം, ദൈവിക കാര്യങ്ങളിൽ താല്പര്യം, ഗവൺമെൻറ് ഇതിൽ നിന്ന് ആനുകൂല്യങ്ങൾ കിട്ടാനുള്ള സാധ്യത വർദ്ധിക്കും. അതുപോലെ എത്ര ദൈവാധീനപരമായ താല്പര്യം ഇല്ലാത്തവർക്കാണെങ്കിലും ഈ കാലയളവിൽ നമുക്ക് ഈശ്വരവിശ്വാസം വർദ്ധിക്കുന്ന ഒരു സമയമാണ്. അതുപോലെ നല്ല വിദ്യാഗുണവും വീട് വയ്ക്കാനായിട്ട് തടസ്സമായിട്ടിരിക്കുന്നവർക്കൊക്കെ വീട് വയ്ക്കാനൊക്കെ പറ്റുകയും അതുപോലെ തന്നെ പിന്നെ വാഹനങ്ങൾ വാങ്ങാൻ ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് വാഹനങ്ങളൊക്കെ വാങ്ങാൻ കഴിയുകയൊക്കെ ചെയ്യും. ഇങ്ങനെ പല കാര്യങ്ങളും ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് നടന്നു കിട്ടുന്ന ഒരു വർഷം എന്ന് തന്നെ നമ്മൾക്ക് പറയാം. അത്തം നക്ഷത്രം ഈ 2026 ഏറ്റെടുക്കുന്ന കാര്യങ്ങൾ ഭംഗിയായി ചെയ്തു തീർക്കുകയും എന്ത് കാര്യങ്ങളിൽ അവർ ഇറങ്ങിത്തിരിച്ചാലും അത് നടന്നു കിട്ടുകയും ഒക്കെ ചെയ്യുന്ന ഒരു സമയം എന്ന് തന്നെ പറയാം. ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു വർഷം എന്ന് തന്നെ നമ്മൾക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. പഠിച്ച വിദ്യയിൽ തന്നെ അവർക്ക് ജോലിയിലൊക്കെ ഉയർച്ച ഉണ്ടാവും. അതുപോലെ തന്നെ നേട്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ സ്ഥാനക്കയറ്റം ഒക്കെ നമ്മൾക്ക് ഈ വർഷം കിട്ടുന്നതായിരിക്കും. എല്ലാത്തിനും വളരെ അനുകൂലമായ ഒരു സമയമാണ് ഈ വർഷം. അതുപോലെ ജോലിയിൽ നല്ല പുരോഗതിയും അതുവഴി നല്ല സാമ്പത്തികപരമായി വളരെ നല്ല നേട്ടവും ഉണ്ടാകുന്ന വർഷം എന്ന് തന്നെ നമുക്ക് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ വിവാഹങ്ങളൊക്കെ നടക്കാതിരിക്കുന്ന ആൾക്കാർക്ക് വിവാഹം നടക്കുകയും പിന്നെ അതുപോലുള്ള വ്യക്തികൾക്കൊക്കെ ഈ വിവാഹം നടന്നൊക്കെ കിട്ടും. ഈ വർഷം എല്ലാം കൊണ്ടും ഈ 2026 വർഷം നല്ല ഒരു വർഷമെന്ന് തന്നെ പറയാം. പിന്നെ അതുപോലെ തന്നെ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാകാതിരിക്കുന്നവർ വിഷമിച്ചിരിക്കുന്ന ആൾക്കാർക്കാണേലും ഈ വ്യാഴഗ്രഹത്തിൻ്റെ നല്ല ഈ സഞ്ചാര ഈ കാലയളവിലാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് പിന്നെ അതുപോലെയാണെന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാകാനായിട്ട് ഒക്കെ ആവുകയൊക്കെ ചെയ്യും. ഒരുപാട് വിഷമിക്കുന്ന ആൾക്കാരുണ്ട്. ഈ വ്യാഴദശ നല്ല സമയം നമ്മുടെ ആകുന്ന സമയത്തൊക്കെ നമ്മൾക്ക് ഈ വക നേട്ടങ്ങളെല്ലാം ഉണ്ടാവുകയൊക്കെ ചെയ്യും. എല്ലാവരും പിന്നെ അതുപോലെ തന്നെ ഈ വർഷം അതുപോലെ നമ്മൾ നല്ലതായിട്ട് ദൈവത്തിലേക്ക് പിന്നെ ദൈവവിചാരമൊക്കെ ഉണ്ടാകണം. കാര്യമുണ്ട്. നല്ല സമയമാണെന്ന് പറഞ്ഞാൽ നമ്മളാണെന്നുണ്ടെങ്കിൽ ദൈവാധീനം വർദ്ധിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ അമ്പലങ്ങളിലൊക്കെ പോയി, അമ്പലങ്ങളിൽ നിന്ന് പ്രത്യേകിച്ച് വിഷ്ണു ക്ഷേത്രത്തിലൊക്കെ പോയി വഴിപാട് കഴിക്കുകയും ഭഗവാനെ പോയി കാണുകയൊക്കെ ചെയ്യണം. എന്തായാലും ശരി, ഈ 2026 ഈ സമയം എല്ലാം നല്ല ഈ നാളുകാർക്ക് അത്തം നാളുകാർക്ക് നല്ലൊരു വർഷമെന്ന് തന്നെ പറയാം. നല്ല നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു വർഷമെന്ന് തന്നെ എടുത്തു പറയേണ്ടിയിരിക്കുന്നു. എല്ലാവർക്കും ഈ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. എല്ലാവരും നമ്മുടെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം. നാളെ ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് വരാം. എല്ലാവർക്കും താങ്ക് യു.